അവസാന അധ്യായം. ശീതളച്ചായയിൽ ഒരു കഥാസായാഹ്നം. അന്ന് രാത്രി അലാമിയ ഉറക്കത്തിൽ ഫർനാസിന് സ്വപ്നം കണ്ടിരുന്നു. ഒരു ഫലസ്തീൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സുന്ദരനായ ഫർനാസ്. ഞാനും വരട്ടെ? അലാമിയ ചോദിച്ചു. ഫർനാസ് തലയാട്ടി. അതിനു മുമ്പ് ഫലസ്തീന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവൾ തന്നോട് തന്നെ പറഞ്ഞു. അലാമിയ ചില തീരുമാനങ്ങളിൽ എത്തിയിരുന്നു. ദൈവത്തിന്റെ മാർഗത്തിൽ പലായനം ചെയ്ത് രക്തസാക്ഷികളായവരെ അവർ തൃപ്തിപ്പെടുന്നിടത്തേക്ക് ദൈവം അവരെ എത്തിക്കും. അവൾ വിശുദ്ധ വചനമോർത്തു. എനിക്ക് നിന്റെ അടുത്തെത്തണം. നിന്റെ എരിയിരുന്ന് അഴുകുൽ കൗസറിൽ നിന്ന് സ്വർണത്തിന്റെ പാട്ട കൊണ്ട് പാലും തേനും മുക്കി കുടിക്കണം. അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ നിന്ന് മധുരക്കരി പറിച്ചെടുത്ത് നീ പോയതിനു ശേഷമുള്ള ഭൂമിയിലെ സകല കാര്യങ്ങളും നിന്നോട് പറയണം. അവിടെ എത്താൻ വേണ്ടി ഞാൻ രക്തസാക്ഷിയാക്കാം. പക്ഷേ ഒരു നിരപരാധിയെയും ഞാൻ വധിക്കുകയില്ല. ഇസ്രായേൽ വംശത്തിന് ദൈവം മുമ്പേ നൽകിയ ശാസന അവൾ ഓർത്തു. ഒരാത്മാവിന് പകരമായോ അല്ലെങ്കിൽ ഭൂമിയിൽ നാശം വിതച്ചതിന്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചതുപോലെയാകുന്നു. ഒരുവൻ ആർക്കെങ്കിലും ജീവിതം നൽകിയാൽ അവൻ മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയതുപോലെയാകുന്നു. അന്ന് രാത്രി മുഴുവൻ അവൾ സ്വപ്നം കണ്ടു. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് കണ്ണുകളിൽ അലൗകികമായ പ്രകാശവുമായി അവൾ ബാബയുടെയും ഉമ്മിയുടെയും അടുത്തെത്തി. ബാബയും ഉമ്മിയും ഉറക്കത്തിലാണ്. അവൾ അവരുടെ അരികിലെത്തി രണ്ടുപേരുടെയും നെറ്റിയിൽ ഉമ്മ വെച്ചു. ബാബ, ഉമ്മി, നിങ്ങളുടെ പുന്നാരമോൾ തോൽക്കാൻ ജനിച്ചതല്ല. അവൾ വീട്ടിൽ നിന്നിറങ്ങി. അവൾ വീടിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വീട് സലാം മടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വലൈക്കും അസ്സലാം. നേരെ ഫർനാസിന്റെ വീട്ടിലേക്ക്. ഫർനാസിന്റെ ബാബയും ഉമ്മിയും അവളെ പ്രതീക്ഷിച്ചതുപോലെ നീ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവർ രണ്ടുപേരിൽ ആരോ പറഞ്ഞു. അവൾ കുറച്ചു നേരം അവരോട് കുശലം പറഞ്ഞു. പിന്നെ ഫർനാസിന്റെ മുറിയിലേക്ക് ചുവരിലെ പടത്തിൽ നിന്ന് ഫർനാസ് ഇറങ്ങി വന്നു. തൂക്കിയിട്ട തോക്കെടുത്ത് അവൾക്ക് നൽകി. എല്ലാ വിജയങ്ങളും നിനക്ക്, എല്ലാ വിജയങ്ങളും ഫലസ്തീന്. അവൾ മറുപടി പറഞ്ഞു. ഫർനാസ് വീണ്ടും ചുവരിലെ കണ്ണാടി ചിലയിൽ കയറി ചെന്ന് ഫോട്ടോയായി മാറി. അവൾ തോക്കുമായി ഇറങ്ങി സൈനിക താവളത്തിലേക്ക്. കാവൽക്കാരൻ ഉറക്കമാണ്. ഇനിയും കണ്ണുകളും കാതുകളും മുദ്രവെക്കപ്പെട്ടവർ അകത്തുണ്ട്. അതാ ഫർനാസ് കാത്തിരിക്കുന്നുണ്ട്. അതാ ഫർനാസ് വിളിക്കുന്നു. അലാമിയ, അലാമിയ. അലാമിയ തോക്കിന്റെ കാഞ്ചി വലിച്ചു. ആളുകളൊഴുകും ആരാധനത്തിൽ അവർ ഇരിക്കുന്നു. ഫർനാസ് തന്റെ കാതുകൾ അലാമിയക്ക് നൽകി. അലാമിയ നിർത്താതെ ഭൂമിയിലെ പോരാട്ടങ്ങളെ കുറിച്ചുള്ള കഥകൾ പറയുകയാണ്. കൊടുന്നനവേ അവരുടെ മുന്നിൽ രണ്ടുപേർ നടന്നെത്തുന്നു. അവരിൽ ഒരാളെ കണ്ട് അത്ഭുതം വിടരുന്ന കണ്ണുകളോടെ അലാമി ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. അബൂഅമ്മ റഫാത്തിനോടൊപ്പമുള്ള വൃദ്ധൻ തൊണ്ട കാട്ടിച്ചിരിക്കുന്നു. ധാരാളം അറിയാമോ? ഫർനാസ് ചോദിക്കുന്നു. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്നതുപോലെ, ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്നതുപോലെ പലസ്തീൻകാർക്ക് പലസ്തീൻ അവരുടെ ജന്മാവകാശമാണ് എന്ന് പണ്ട് ഭൂമിയിൽ വെച്ച് പറഞ്ഞ പോരാളി. മാർക്സിനെ പോലെ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് ചിന്തിച്ചവരാൾ ഗാന്ധിജി അലാമിയെ നടുക്കത്തോടെ ഉച്ചരിച്ചു. പിന്നെ അവരെന്നായി ആഘാതത്തിന്റെ നൃത്തച്ചൂടൽ ചവിട്ടി. നിങ്ങൾക്ക്